നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. മുതിർന്ന CPM നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. വടക്കാഞ്ചേരി അകമലയിൽ മണ്ണിടിഞ്ഞ പ്രദേശം ജില്ലാ കളക്ടറും MLA, റവന്യൂ ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം സന്ദർശിച്ചു. വയനാട്ടിലെ ദുരിതബാധിത പ്രദേശത്തേക്ക് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൈക്യാട്രി സംഘം യാത്രയായി. മാന്നാമംഗലം സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ കലോത്സവം ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. മുതിർന്ന CPM നേതാവും പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. കൊൽക്കത്തയിലെ വസതിയിൽ ഇന്ന് രാവിലെയോടെയായിരുന്നു അന്ത്യം. 2000 മുതൽ 2011 വരെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായിരുന്നു. ശ്വാസകോശ സംബന്ധിയായ COPDയും വാർദ്ധക്യ സഹജമായ രോഗങ്ങളും അലട്ടിയിരുന്ന അദ്ദേഹം കുറച്ചുകാലമായി പൊതുപ്രവർത്തനത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുകയായിരുന്നു. ഇടതുമുന്നണി ബംഗാൾ ഭരണം പിടിച്ചെടുത്ത 1977-ൽ കാസിപ്പൂരിൽ നിന്ന് ആദ്യമായി നിയമസഭാംഗമായി. 1987-ൽ പരാജയപ്പെട്ടെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മന്ത്രിയായി. 1987-96 കാലത്ത് വാർത്താവിനിമയ സാംസ്കാരിക വകുപ്പും 96-99 കാലത്ത് ആഭ്യന്തരവും കൈകാര്യം ചെയ്തു. 2000 ജൂലൈയിൽ ഉപമുഖ്യമന്ത്രിയായി. നവംബറിൽ ആരോഗ്യ കാരണങ്ങളാൽ ജ്യോതി ബസു സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് ബുദ്ധദേവ് മുഖ്യമന്ത്രിയായി. CPM പോളിറ്റ് ബ്യൂറോ അംഗവുമായി. 2001-2006 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മികച്ച ഭൂരിപക്ഷത്തോടെ ഭരണം നിലനിർത്തി. മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും കമ്മ്യൂണിസ്റ്റ് ശൈലിയും ലാളിത്യവും കൈവിടാത്ത വ്യക്തിയായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ. ബാലിഗഞ്ചിലെ 2 മുറി ഫ്ളാറ്റിലായിരുന്നു അന്നും ബുദ്ധദേവിന്റെ താമസം. 2006-11 കാലത്ത് വ്യവസായങ്ങൾക്കായുള്ള കൃഷിഭൂമി ഏറ്റെടുക്കലായിരുന്നു ബുദ്ധദേവ് സർക്കാരിനെതിരെ ജനരോഷം അഴിച്ചുവിട്ടത്. സിംഗൂർ, നന്ദിഗ്രാം, മിഡ്നാപൂർ വിഷയങ്ങൾ ഉയർത്തിയ കൊടുങ്കാറ്റിൽ ബുദ്ധദേവിനും ഇടതുമുന്നണിക്കും കാലിടറി. CPM-ന് 34 വർഷത്തിനു ശേഷം ഭരണം നഷ്ടമായ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാദവ്പൂരിൽ 16,000 വോട്ടിന് ബുദ്ധദേവ് പരാജയപ്പെട്ടു. CPM കേവലം 40 സീറ്റിൽ ഒതുങ്ങി. 2015-ൽ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ PBയിൽ നിന്ന് ഒഴിവായി. കേന്ദ്ര കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാണ്. ബംഗാളി ഭാഷയിൽ അഗാധ പാണ്ഡിത്യം നേടിയിരുന്ന അദ്ദേഹം ശ്രദ്ധേയമായ സാഹിത്യ പഠനങ്ങളും വിവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്ന അദ്ദേഹം കഴിഞ്ഞ വർഷം ന്യൂമോണിയ ബാധിച്ച് അതിഗുരുതര അവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നു. വടക്കാഞ്ചേരി അകമലയിൽ മണ്ണിടിഞ്ഞ സ്ഥലം ജില്ലാ കളക്ടറും സംഘവും സന്ദർശിച്ചു. വടക്കാഞ്ചേരി നഗരസഭ 16-ാം ഡിവിഷൻ അകമല സെന്ററിൽ കഴിഞ്ഞ ദിവസം അതിശക്തമായ മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് തൃശൂർ ജില്ലാ കളക്ടറും കേരള സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റിയും ജിയോളജിസ്റ്റ്, ഹൈഡ്രോളജിസ്റ്റ്, റവന്യൂ ഉദ്യോഗസ്ഥർ, സ്ഥലം MLA, നഗരസഭാ ചെയർമാൻ, ഡിവിഷൻ കൌൺസിലർ, നഗരസഭാ ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധനയ്ക്കായി ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം സ്റ്റേറ്റ് ദുരന്ത നിവാരണത്തിൽ വന്ന് പരിശോധിച്ചതിന്റെ ഭാഗമായുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മണ്ണിടിച്ചിൽ നടന്ന പ്രദേശത്തെ ആളുകളെ വിളിച്ച് പ്രത്യേക യോഗം ചേരുകയും നിലവിലെ സ്ഥിതിഗതികളെക്കുറിച്ച് ജിയോളജിസ്റ്റ് ജില്ലാ ഓഫീസർ ഡോക്ടർ മനോജ്, സോയിൽ ടെസ്റ്റ് ജില്ലാ ഓഫീസ് ബിന്ദു നായർ എന്നിവർ ക്ലാസ് എടുക്കുകയും ചെയ്തു. ഇന്നലെ കളക്ടറോട് ചേംബറിൽ വെച്ച് നടന്ന യോഗത്തിലെടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് നഗരസഭാ ചെയർമാൻ വിശദീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്നുള്ള അപകടങ്ങൾ വരും നാളുകളിൽ വരാതിരിക്കാൻ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നതിന് റോഡിന്റെ ഇരുവശങ്ങളിലും ഡ്രെയിനേജ് പണിയുന്നതിന് സർക്കാരിലേക്ക് പ്രത്യേക TPR തയ്യാറാക്കി നൽകുമെന്നും മണ്ണിടിച്ചിലിനെ തുടർന്ന് വാസയോഗ്യമല്ലാത്ത സതീഷ് തെക്കേപ്പുറത്ത്, കോവളം തെക്കേപ്പുറത്ത് എന്നിവരുടെ 2 വീടുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും വേണ്ട നടപടിയെടുക്കുമെന്നും നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അറിയിച്ചു. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ കനത്ത മഴ നിരന്തരമായ ദിവസങ്ങളിൽ കാണുകയാണെങ്കിൽ അകമലയിലെ പ്രദേശത്തെ ആളുകൾ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും ജിയോളജിസ്റ്റ് ഡോക്ടർ മനോജ് യോഗത്തിൽ അറിയിപ്പ് നൽകി. ഹൈഡ്രോളജിസ്റ്റ് വിഭാഗം ഓഫീസർ ലീന, സോയിൽ കൺസർവേഷൻ വിഭാഗം ഓഫീസർ ബിന്ദു നായർ, തഹസിൽദാർ അനുപമൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് കിഷോർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഷീർ, ക്ഷേമകാര്യ സ്റ്റാൻഡേർഡ് ചെയർപേഴ്സൺ ജമീല, സ്വപ്ന ശശി, അകമല ഡിവിഷൻ കൌൺസിലർ ബുഷറ റഷീദ്,
നഗരസഭാ സെക്രട്ടറി കെ മനോജ്, മറ്റ് കൌൺസിലർമാരായ ഐശ്വര്യ, നബീസ നാസർ അലി, കമലം ശ്രീനിവാസൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തയ്യാറെടുപ്പ് നമുക്ക് ഈ ഘട്ടത്തിൽ നടത്താൻ വേണ്ടി കഴിഞ്ഞു. അകമലയിൽ ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ ചെരുവുകളും അതോടൊപ്പം തന്നെ ഉറവ് വെള്ളങ്ങളും മണ്ണിടിച്ചിലിൻ്റെ ഒക്കെ തന്നെ ഭാഗമായിട്ട് പൊതുവെ ഒരു ഭീതിജനകമായിട്ടുള്ള അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായത്. എന്തായിരുന്നാലും നമുക്ക് തുടർന്ന് അതിൻ്റെ വേറെ ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നുള്ളത് നമുക്ക് സമാധാനിക്കാം എന്നാണ് പറയുന്നത്. തുടർന്നും ഈ മഴ നിലനിൽക്കുകയാണെങ്കിൽ കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുമായിരുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാങ്കേതിക വിദഗ്ധരെ അവിടെ വന്ന് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഇപ്പോൾ സാധാരണ നിലയിലേക്ക് ആ പ്രദേശം എത്തുകയാണ്, നമ്മളവിടെ താമസം തുടങ്ങി. പക്ഷേ കൂടുതൽ മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ ഇവിടെ മറ്റുള്ള ആളുകൾ വിശദീകരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് കിടക്കുന്നില്ല. എന്തായിരുന്നാലും നമ്മുടെ പൊതുവായിട്ടുള്ള കൂട്ടായ്മ തന്നെയാണ് നമുക്ക് ഒരു ആപത്ത് വരാതെ നമുക്ക് സംരക്ഷിക്കപ്പെടാനും ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ച് അവർ സ്ഥലം വന്ന് പരിശോധിക്കാനും തുടർന്ന് ഇത്തരം രീതിയിലുള്ള ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാധ്യതകളെ സംബന്ധിച്ചൊക്കെ തന്നെ ജില്ലാ കളക്ടറും ബന്ധപ്പെട്ട സ്റ്റേറ്റ് അതോറിറ്റിയൊക്കെ തന്നെ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചുമതല എന്ന രീതിയിൽ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയേണ്ടത്. അത് ഏറ്റെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ മറ്റു സാങ്കേതിക വശങ്ങളെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ ജിയോളജിസ്റ്റ് ഡോക്ടർ മനോജിനെ ക്ഷണിക്കും. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കണ്ടെത്തിയ വസ്തുത ഞാൻ പാടുപോ അപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയ വസ്തുത എന്ന് പറയുന്നത് അകമലയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നമ്മൾ കണ്ടെത്തിയ ഈ മാരാത്തൂന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നിലവിൽ 29-ാം തീയതി അതിശക്തമായ മഴ 333 മില്ലിമീറ്റർ മഴ അവിടെ രേഖപ്പെടുത്തി. ആ മഴയുടെ ഭാഗമായിക്കൊണ്ട് ആ പ്രദേശത്തെ മണ്ണെല്ലാം ജലപൂരിതമായി തീരുകയും ആ മണ്ണ് സ്പോഞ്ച് രൂപത്തിൽ വെള്ളം ശേഖരിക്കുകയും ചെയ്തു എന്നുള്ളത്. ആ ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ ചെരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 35-40 ഡിഗ്രിക്കും കൂടുതൽ ചെരിവ് രേഖപ്പെടുത്തുന്ന ഒരു പ്രദേശമാണ്. സാധാരണഗതിയിൽ 22 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ പ്രദേശം നല്ല മഴയുള്ള സമയത്ത് താമസയോഗ്യമല്ല എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആ തരത്തിൽ നമ്മൾ നിങ്ങളുടെ ഏരിയ പരിശോധിക്കുമ്പോൾ 35-40 ഇടയ്ക്ക് ചെരിവുള്ള പ്രദേശത്ത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ ആ ഭൂമിയിലെ മണ്ണിന്റെ കനത്തിനനുസരിച്ച് അത് സ്പോഞ്ച് പരുവത്തിലായിത്തീരുകയും സ്പോഞ്ചിൽ വെള്ളം ശേഖരിച്ചാൽ എത്ര രൂപത്തിലായിത്തീരുമോ ആ തരത്തിലേക്ക് ആ മണ്ണ് മാറിത്തീരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ ചെരിവുള്ള പ്രദേശത്ത് അശാസ്ത്രീയമായിട്ടുള്ള റബ്ബർ കൃഷി ചെയ്തതിന്റെ ഫലമായിക്കൊണ്ട് വെള്ളത്തെ ഒഴുകിപ്പോകാതെ തടഞ്ഞു നിർത്തുന്ന ഒരു സാഹചര്യം കാണാനായിട്ട്. വയനാട്ടിലെ ദുരിതബാധിത പ്രദേശത്തേക്ക് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും സൈക്യാട്രി സേവനത്തിനായി മെഡിക്കൽ സംഘം യാത്രയായി. ദുരിതത്തിൽപ്പെട്ട് മാനസികമായി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാനസിക പിന്തുണ നൽകുന്നതിനു വേണ്ടിയാണ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് വയനാട്ടിലേക്ക് സൈക്യാട്രി സേവനം നൽകാൻ സംഘം പുറപ്പെട്ടത്. ദുരിതത്തിൽപ്പെട്ടവർക്കുള്ള സമ്മർദ്ദം മൂലമുള്ള സ്ട്രെസ് ഡിസോർഡേഴ്സ്, ADHD, മസ്തിഷ്കക്ഷതം, ഭയം, ബന്ധുത്വ പ്രശ്നങ്ങൾ, അസുഖങ്ങൾ, PTSD തുടങ്ങിയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മാനസികവും വൈകാരികവും പെരുമാറ്റ സംബന്ധവുമായ തകരാറുകളും തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ കഴിയുന്ന തരത്തിൽ വിദഗ്ധരായ ഒരു കൂട്ടം ഡോക്ടർമാരുടെ സേവനം അവിടെ ഉള്ളവർക്കേറെ സഹായകരമാകും. കേരളത്തിലെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നിന്നും ആരോഗ്യവകുപ്പിലുള്ളതുമായ സൈക്യാട്രിസ്റ്റുകളെയാണ് വയനാട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. തൃശൂരിൽ ചികിത്സ തേടി എത്തുന്ന രോഗികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ക്രമീകരണം നടത്തിയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സേവനത്തിന് വേണ്ടി 2 ഘട്ടങ്ങളിലായി സംഘം പോകുന്നത്. അടിയന്തരമോ പെട്ടെന്നുള്ളതോ ആയ മാനസികാരോഗ്യ അവസ്ഥകളിൽപ്പെട്ട് കഴിയുന്നവർക്ക് വളരെ വേഗത്തിൽ സഹായം നൽകാനും ദീർഘകാലാടിസ്ഥാനത്തിൽ നിയന്ത്രിക്കാനും ജീവിതശൈലിയിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കാനും കഴിയുന്ന തരത്തിലുള്ള സേവനം നടത്താൻ പ്രാപ്തമുള്ള സംഘത്തെയാണ് അയച്ചിട്ടുള്ളത്. അപകടത്തിൽ മാനസികാരോഗ്യം തകർന്ന ഇവർ ഇപ്പോഴും കോമ സ്റ്റേജിലാണ്. അവരുടെ മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയും എന്നതിനു വേണ്ടി പ്രത്യേക ശ്രദ്ധ സംഘം നടത്തുമെന്ന് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ N. അശോകൻ പറഞ്ഞു.
വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ CB സനൽകുമാർ, സൈക്യാട്രി വിഭാഗം മേധാവി ഡോക്ടർ PG സജീവ്, NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ B ഷാഹിന, ഡോക്ടർ ബിനോയ്, ഡോക്ടർ സെബിൻ കുമാർ, ഡോക്ടർ മുഹമ്മദ് ഇസ്ലുദ്ദീൻ, ഡോക്ടർ കവിത, ഡോക്ടർ ഷിജിൻ, ഡോക്ടർ വിഷ്ണു, ഡോക്ടർ നിതിൻ മുരളി എന്നിവർ സംസാരിച്ചു. ദുരന്തം നേരിടാനായിട്ട് നമ്മുടെ നാട് മുഴുവൻ തയ്യാറെടുത്ത് നിൽക്കുന്നൊരു അവസരമാണ്. പലതരം ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നപ്പോഴത്തേക്കും കൂടുതൽ ആവശ്യമായി വരുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ഉള്ള ഈ ദുരന്തം അനുഭവിച്ചവരും അവരുടെ ബന്ധുക്കളും അവിടെയുള്ള എല്ലാവർക്കും ഉള്ള മാനസികമായ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാം. ഒരു വലിയൊരു ട്രോമയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ആ ട്രോമയിൽ നിന്ന് അവരെ കരകയറ്റണമെങ്കിൽ വലിയ രീതിയിലുള്ള മാനസിക സപ്പോർട്ട്, അവർക്ക് പിന്തുണ ആവശ്യമുണ്ട്. ഇത് കൊടുക്കാനായിട്ട് നമ്മുടെ ആരോഗ്യ സംവിധാനം കേരളം മുഴുവൻ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ മെഡിക്കൽ കോളേജിൽ നിന്നും ടീമുണ്ട്. ആരോഗ്യ വകുപ്പിൻ്റെ ഉണ്ട്, മറ്റേ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായിട്ടുള്ള സർവീസസ് ഉണ്ട്. ഇതെല്ലാവരും കൂടി കൈകോർത്തുകൊണ്ട് ഇതിൽ ചെയ്യാൻ പറ്റുന്ന അത്രയും സഹായങ്ങൾ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു നിർദ്ദേശം നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗത്തിലുള്ള 1-2 ടീമുകളെ സജ്ജമാക്കാനായിട്ട് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. ആ സജ്ജമാക്കിയ ടീമിൽ അംഗങ്ങളായിട്ടുള്ള ആദ്യത്തെ 2 പേർ പോവുകയാണ് ഉദ്ദേശിക്കുന്ന. ഒരാഴ്ചയോളം അവിടെ നിന്ന്, പ്രത്യേകിച്ചും മാനസികമായ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു ദിവസം കൊണ്ട് തീർത്തു വരാൻ പറ്റില്ല. അതുകൊണ്ടൊരു ലോങ്ങർ പീരീഡ് അവിടെ നിന്ന് അത് കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യ സംഘത്തിൻ്റെ യാത്രയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനുവേണ്ട എല്ലാ സഹായം ചെയ്തു തന്നിരിക്കുന്നത് നമ്മുടെ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജറായിട്ടുള്ള ഡോക്ടർ സജീവ് കുമാറാണ്. എല്ലാവരും ഒത്തുചേർന്ന് നടത്തുന്ന പ്രവർത്തനമാണ്. സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റ് വളരെ റെഡിലി അതിനുവേണ്ടിയ സഹകരണം ചെയ്തു തന്നിട്ടുണ്ട്. ഓണപ്പരീക്ഷ സെപ്റ്റംബർ 3 മുതൽ 12 വരെ. ഓണപ്പരീക്ഷ സെപ്റ്റംബർ 3 മുതൽ 12 വരെ നടക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. 8ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് കിട്ടാത്തവർക്ക് ബ്രിഡ്ജ് കോഴ്സ് നടത്തുമെന്നും അറിയിക്കുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇവർക്ക് വീണ്ടും പരീക്ഷ നടത്തുമെന്നാണ് അറിയിപ്പ്. ഇതിനൊപ്പം തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെയും സ്കൂൾ ഒളിമ്പിക്സിന്റെയും ശാസ്ത്രമേളയുടെയും സംസ്ഥാന കലോത്സവം ഡിസംബർ 3 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. സ്കൂൾ ഒളിമ്പിക്സ് നവംബർ 4 മുതൽ 11 വരെ എറണാകുളം ജില്ലയിലാകും നടക്കുക. ശാസ്ത്രമേള നവംബർ 14 മുതൽ 17 വരെ ആലപ്പുഴ ജില്ലയിൽ അരങ്ങേറും. മൂർക്കനിക്കര കൈനൂർ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് ആരോപിച്ച് നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പീച്ചി ഡാം തുറന്നുവിട്ട് പ്രളയം സൃഷ്ടിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കുക, പ്രദേശവാസികൾക്കും കൃഷിക്കാർക്കും സ്ഥാപനങ്ങൾക്കും ഉണ്ടായ നഷ്ടത്തിന് സർക്കാർ സഹായം അനുവദിച്ചു നൽകുക, മഴ മുന്നറിയിപ്പുണ്ടായിട്ടും ഡാം തുറക്കുന്നത് വൈകിപ്പിച്ച ഉദ്യോഗസ്ഥരിൽ നിന്നും നഷ്ടം ഈടാക്കുക, മണലിപ്പുഴയും കൈനൂർ ചിറയും നവീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം നടത്തിയത്. പൂച്ചട്ടി പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം മൂർക്കനിക്കര സെന്ററിൽ സമാപിച്ചു. പ്രതിഷേധ യോഗം DCC അംഗം KC അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജേക്കബ് പോൾ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ, ML ബേബി, TM രാജീവ്, ബിന്ദു കാട്ടുങ്ങൽ, VA കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ES അനിരുദ്ധൻ, ബെന്നി കദളിക്കാട്ടിൽ, ജിത് ചാക്കോ, ജിന്നി ജോയ്, ഷേർലി മോഹൻ, സരിത സജീവ്, TP മാധവൻ എന്നിവർ നേതൃത്വം നൽകി. പേപ്പർ തന്നിട്ട് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെന്ന് സഹായിച്ചാൽ മാത്രമാണ് ഈ കരമടച്ച് തരാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂ എന്ന് പറഞ്ഞ് വില്ലേജിൽ പേപ്പർ പോലും വാങ്ങിക്കൊടുക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാരാ. ആ രാജനാണ് പറയുന്നത് സ്വന്തം നിയോജകമണ്ഡലത്തിലെ വില്ലേജ് ഓഫീസിൽ ഒരു പേപ്പർ വാങ്ങിക്കൊടുക്കാൻ പോലും ഇടപെടൽ നടത്താത്ത കെ രാജൻ എന്ന് പറയുന്ന പരാജയമാണ് പറയുന്നത്. വയനാട്ടിൽ പോയിട്ട് അവിടെ മരിച്ചു വീണ ആളുകൾക്ക്, അവിടെ ഇല്ലാതായി പോയ ആളുകൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റ്. മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ ലോക മുലയൂട്ടൽ വാരാചരണം സംഘടിപ്പിച്ചു. ആശുപത്രിയിൽ പീഡിയാട്രിക്സ് വിഭാഗത്തിലെത്തിയ അമ്മമാരെ ആദരിച്ചു. മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ നടന്ന മുലയൂട്ടൽ വാരാചരണവും പീഡിയാട്രിക് വിഭാഗത്തിലെത്തിയ അമ്മമാർക്കുള്ള ആദരിക്കൽ ചടങ്ങും അവണൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ തോംസൺ തലക്കോടൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ കേരളം തൃശൂർ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജികുമാർ അധ്യക്ഷനായി. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ N അശോക്, സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ N രാധിക, ഡോക്ടർമാരായ ഫെബി ഫ്രാൻസിസ്, TK ജയന്തി, മറ്റു വകുപ്പ് മേധാവികൾ, ആശുപത്രി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ഈ
മെഡിക്കൽ കോളേജ്, പ്രത്യേകിച്ച് പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ മെഡിക്കൽ കോളേജിനെയാണ്. മെഡിക്കൽ കോളേജിലെ ചില കാര്യങ്ങൾ നല്ല രീതിയിൽ സർജിക്കലും അതിവിപുലമായ ഓപ്പറേഷനൊക്കെ നടത്തി അപൂർവ രോഗങ്ങൾ കണ്ടെത്തുന്നതിനൊക്കെ ഈ മെഡിക്കൽ കോളേജ് വളരെയധികം പരിശ്രമിച്ചിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജ് കൂടിയാണ്. നമുക്കറിയാം, ഈ അമ്മയും കുഞ്ഞും പദ്ധതി, അതായത് എല്ലാ മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം SIT എന്ന മെഡിക്കൽ കോളേജ് SIT വിഭാഗമുണ്ട്. അതുപോലെ കോഴിക്കോടുണ്ട്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ മാത്രമായി അമ്മയും കുഞ്ഞും എന്ന പദ്ധതി അവർക്ക് വേണ്ടി ഏകദേശം 5.5 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഒരു ബിൽഡിംഗ് ഇപ്പോൾ പണി ആരംഭിച്ചിട്ടുണ്ട്. അത് 2 വർഷം കൊണ്ട് പൂർത്തിയാകും. അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി, പ്രോമോ കെയർ ഉൾപ്പെടെ 450 കോടി രൂപ ചെലവഴിച്ച് ഈ മെഡിക്കൽ കോളേജ് പൂർണ്ണമായും ഏറ്റവും അത്യാധുനിക രീതിയിൽ. ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയനൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മാന്നാമംഗലം സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ മിഴിവ് 2024 എന്ന പേരിൽ സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചു. സിനിമ സീരിയൽ താരം ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് TA അരോഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ബേബി TJ, മാനേജർ ഫാദർ പ്രിൻസ് നായങ്കര, MPTA പ്രസിഡന്റ് ജൂലി മനോജ്, സ്റ്റാഫ് സെക്രട്ടറി ഷാലി ആന്റണി നീലങ്കാവിൽ, സംസ്കൃതോത്സവം കൺവീനർ ജയദേവൻ, കലോത്സവം കൺവീനർ ജിൻസി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. Sing.
SSF ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജില്ലാ സാഹിത്യോത്സവ് ഓഗസ്റ്റ് 9 മുതൽ 11 വരെ കയ്പമംഗലം 3 പീടികയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 2000 പ്രതിഭകൾ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കും. IPB പുസ്തകോത്സവം MLA ടൈസൺ മാസ്റ്ററും സ്മാർട്ട് വയനാട് പദ്ധതി MLA സുനിൽകുമാറും നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ ഹുസൈൻ ഹാളിഫി, ഇയാൾ പഴുവിൽ, അനസ് ചേലക്കര, സലാഹുദ്ദീൻ അഹ്സനി, CM മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു. മുണ്ടത്തിക്കോട് DVLP സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച പാചകപ്പുരയുടെ ഉദ്ഘാടനം MLA സേവ്യർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 10 ലക്ഷം രൂപ കൊണ്ടാണ് കെട്ടിടം നിർമ്മിച്ചത്. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷനായി. PWD A ഹരിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രധാന അധ്യാപിക V സരസ്വതി സ്വാഗതവും PTA പ്രസിഡന്റ് RR ഉണ്ണികൃഷ്ണൻ നന്ദിയും അറിയിച്ചു. കൃത്യസമയത്ത് തന്നെ പണി പൂർത്തീകരിച്ച കോൺട്രാക്ടർ രമേഷ് കുമാറിനെ MLA മെമന്റോ നൽകി ആദരിച്ചു. ഡിവിഷൻ കൌൺസിലർ K ഗോപാലകൃഷ്ണൻ, SSG മുൻ ചെയർമാൻ രാജു മാരാത്ത്, ഗീത ദിവാകരൻ, മാനേജർ K ഹരിദാസ്, GP ശ്രേയസ്, K ഗിരിജ, A രാജലക്ഷ്മി, P ഗംഗാധരൻ മാസ്റ്റർ, MPTA പ്രസിഡന്റ് ചാന്ദിനി, K നന്ദകുമാർ, KK സാഹിതൻ എന്നിവർ ആശംസകൾ നേർന്നു. പുതിയ പാചകപ്പുരയിൽ പാചകം ചെയ്ത സദ്യ കഴിച്ചാണ് എല്ലാവരും മടങ്ങിയത്. ഈ വിദ്യാലയത്തെ ഇന്ന് കാണുന്നതിൻ്റെ എത്രയോ വലിപ്പത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നമ്മുടെ പുളി മരത്തിൻ്റെ ചുവടായാലും മുന്നിലെ കവാടത്തിൻ്റെ പ്രവർത്തനമായാലും ഒക്കെ നടക്കുന്നു. ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു എയ്ഡഡ് വിദ്യാലയം എന്ന നിലയ്ക്ക് ഈ വിദ്യാലയത്തിലെ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഒരു ഫണ്ട് ഉപയോഗിച്ച് നിർവഹിക്കാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും ഉയർന്ന അളവിലുള്ള ഒരു പ്രവൃത്തി, ആ പ്രവൃത്തി 10 ലക്ഷം രൂപ എങ്ങനെ വിനിയോഗിക്കണമെന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച, വളരെ സൗകര്യപ്രദമായ ഒരു അടുക്കള ഉണ്ടാകണം. കാരണം നമുക്കറിയാം, പാചകം ചെയ്യുന്ന സ്ഥലം വളരെ വളരെ വൃത്തിയുള്ളതും ഹൈജീനിക്കുമാണ്. അതിനുതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അത് വേണം എന്നാണ് ഈ PTA കമ്മിറ്റിയും മാനേജരും അധ്യാപകരും ഒന്നടങ്കം പറഞ്ഞത്. അത് പൂർണ്ണതയിലെത്തിക്കാൻ ഇപ്പൊ ഇവിടെ നമ്മുടെ PWDയുടെ AXC ഉണ്ട്. SSLC പരീക്ഷയിൽ സയൻസ്, ഇംഗ്ലീഷ്, കണക്ക് എന്നീ വിഷയങ്ങളിൽ B+ൽ കുറയാത്ത ഗ്രേഡ് നേടിയവർക്കും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ A2, A ഗ്രേഡുകൾ നേടി വിജയിച്ച CBSE, ICSE വിദ്യാർത്ഥികൾക്കും വിഷൻ പദ്ധതി പ്രകാരം മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ പരിശീലനത്തിന് അപേക്ഷിക്കാം. കോർപ്പറേഷൻ പട്ടികജാതി ഓഫീസുകളിലും ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലും അപേക്ഷകൾ ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0487236181. ചിമ്മിനി ഡാം റിവേഴ്സ് ലൂയിസ് വഴി അധിക ജലം പുറത്തേക്ക് ഒഴുക്കുന്നു. തുടർച്ചയായ ദിവസങ്ങളിൽ ലഭിച്ച കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ നീരൊഴുക്ക് തുടരുന്നതിനാൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാലും ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശപ്രകാരം ഡാമിന്റെ റൂൾ ലെവൽ പാലിക്കുന്നതിനാവശ്യമായ മുന്നറിയിപ്പുകൾ നൽകി ഓഗസ്റ്റ് 8, 9, 10 തീയതികളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ചിമ്മിനി ഡാമിൽ നിന്നും റിവേഴ്സ് ലൂയിസ് വഴി ഘട്ടം ഘട്ടമായി അധിക ജലം പുറത്തേക്ക് ഒഴുക്കുന്നു. ചിമ്മിനി ഡാമിലെ സ്ലൂയിസ് വാൽവ് തുറക്കുന്നത് മൂലം അധിക ജലം ഒഴുകി വന്ന് കുറുമാലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. പൊതുജനങ്ങളും കുട്ടികളും പുഴയിൽ ഇറങ്ങരുത്, കുളിക്കരുത്. വസ്ത്രങ്ങൾ അലക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും നിയന്ത്രണമുണ്ട്. കുറുമാലി, കരുവന്നൂർ പുഴകളിൽ മത്സ്യബന്ധനത്തിനും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിലേക്ക് തെറാപ്പിസ്റ്റിനെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത സർക്കാർ അംഗീകൃത ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ്. പ്രതിമാസ വേതനം 14,700 രൂപ. ഉയർന്ന പ്രായപരിധി 2024 ഓഗസ്റ്റ് 6 40 വയസ്സ് കവിയരുത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487293990. മറ്റൊരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം.
ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകളിലേക്ക് വീണ്ടും. ചിന്മയ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ കോളേജിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി 12-ന് രാവിലെ 10:30-ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകുന്ന കോളേജ് കെട്ടിടം, പൂർവ്വ അധ്യാപകർക്ക് സമാദരണം, റോബോട്ടിക് ലാബ് എന്നിവയുടെ ഉദ്ഘാടനവും നടക്കും. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ പ്രമുഖർ പങ്കെടുക്കും. ശില്പശാലകൾ, സെമിനാറുകൾ, റൂറൽ ക്യാമ്പുകൾ എന്നിവയും ഉണ്ടാകും. വിദേശ യൂണിവേഴ്സിറ്റികളിലെ വൈസ് ചാൻസലർമാർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ KE ഉഷ, പ്രിൻസിപ്പാൾ P കൃഷ്ണകുമാർ, ഗോകുലബാലൻ, രമേശ്, സുഭാഷ് ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ഓട്ട മത്സരത്തിനിടെ കുഴഞ്ഞു വീണ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. കോട്ടയം കരിപ്പൂത്തട്ട് ചേരിക്കൽ ലാൽസി ലൂയിസിന്റെ മകൾ ക്രിസ്റ്റലാണ് മരിച്ചത്. 12 വയസ്സായിരുന്നു. ആർപ്പൂക്കര സെന്റ് ഫിലോമിന ഗേൾസ് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. കഴിഞ്ഞ ദിവസം സ്കൂളിലെ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് ക്രിസ്റ്റൽ കുഴഞ്ഞു വീണത്. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കുട്ടിക്കുണ്ടായിരുന്നതായി ഡോക്ടർമാർ പറഞ്ഞിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മുതിർന്ന CPM നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. വടക്കാഞ്ചേരി അകമലയിൽ മണ്ണിടിഞ്ഞ പ്രദേശം ജില്ലാ കളക്ടറും MLA, റവന്യൂ ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം സന്ദർശിച്ചു. വയനാട്ടിലെ ദുരിതബാധിത പ്രദേശത്തേക്ക് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൈക്യാട്രി സംഘം യാത്രയായി. മാന്നാമംഗലം സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ കലോത്സവം ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.